ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ് ആണ്. ഓക്കെ, സോ നമുക്കൊരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ തരുവാണെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സീക്വൻസ് ഓഫ് ആക്ഷൻസ് നമുക്ക് നടത്താനുണ്ട്. ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഒരു ഇൻസ്ട്രക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ദർ എക്സിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റെപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ടു ബി ഡൺ. ഓക്കെ, സോ ആ ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ സീക്വൻസിങ്ങിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്കാദ്യം ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു 3 അഡ്രസ് ഇൻസ്ട്രക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ 3 അഡ്രസ് ഇൻസ്ട്രക്ഷനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടൻറ് എന്താണ്, നമുക്ക് ആഡ് ചെയ്യണം. എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? സിയിലുള്ള കണ്ടൻറ്റ്, സിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എ എന്നുള്ള കണ്ടൻറ്റും ബി എന്നുള്ള കണ്ടൻറ്റും ആഡ് ചെയ്തിട്ട് എവിടെ പ്ലേസ് ചെയ്യണം, സിയിലേക്ക് പ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് എയും ബി എന്നുള്ള 2 ലൊക്കേഷൻസ് ഉണ്ട്. ആ 2 ലൊക്കേഷൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് വി ഹാവ് ടു സ്റ്റോർ ഇറ്റ് ഇൻ ടു ദ അനദർ ലൊക്കേഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് സി. ഓക്കെ, സോ ഇതാണ് നമ്മളൊരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ സീക്വൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 മെത്തേഡ്സിൽ നമുക്കത് സ്പെസിഫൈ ചെയ്യാം. 1 അഡ്രസ് ഉണ്ട്, 2 അഡ്രസ് ഉണ്ട്, 3 അഡ്രസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ 3 അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 3 ഓപ്പറാൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഓപ്പറേഷൻ ഓവർ ഹിയർ, അഡീഷൻ ആണ്. ഓക്കെ, സോ അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീൻസ് കമാൻഡ് എന്താണ്, ആഡ് കൊടുക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എയിലുള്ള കണ്ടൻറ്റും ബിയിലുള്ള കണ്ടൻറ്റും. ഓക്കെ, സോ വി ആർ ഫോളോയിങ് എ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ, സോ ദർ മസ്റ്റ് ബി 3 ഓപ്പറാൻസ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്താലും ആ ഓരോ ഇൻസ്ട്രക്ഷനിൽ എത്ര ഓപ്പറാൻസ് വേണം, 3 ഓപ്പറാൻസ് വേണം. ഇവിടെ ഇപ്പോൾ എയും ബിയും മാത്രമേ വന്നിട്ടുള്ളൂ, സോ വി ആർ ഇൻക്ലൂഡിങ് സി. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും, ആഡ് എ കോമ ബി കോമ സി. ഓക്കെ, സോ ഇനി ആക്ച്വലി അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ശരിക്കും ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, മെമ്മറി അഡ്രസ്, എയുടെ മെമ്മറി അഡ്രസ്സിൽ പോയി നോക്കി കണ്ടൻറ്റ് എടുക്കും. ദെൻ മെമ്മറി അഡ്രസ് ഓഫ് ബി പോയി നോക്കി കണ്ടൻറ്റ് എടുക്കും. ആൻഡ് വി ആർ പെർഫോമിങ് ദ ഓപ്പറേഷൻ ദാറ്റ് ഈസ് അഡീഷൻ ആൻഡ് വി ആർ സ്റ്റോറിങ് ദ റിസൾട്ട് ഇൻ ടു അനദർ ലൊക്കേഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് സി. അല്ലെങ്കിൽ മെമ്മറി അഡ്രസ് ഓഫ് സി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് ഒരു 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ നോർമൽ പ്രൊസീജിയർ. ഓക്കെ, ഇനി നമ്മൾ ഈ ചെയ്ത ഈ എല്ലാ ആക്ടിവിറ്റീസും നൗ വി ആർ ഗോയിങ് ടു പെർഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏത് അഡ്രസ്സാണ്, 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ സീക്വൻസിങ് എങ്ങനെയായിരിക്കും, അതിൽ എത്ര ഓപ്പറാൻസ് വരണം, 2 ഓപ്പറാൻസേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ റീഫ്രെയിം ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് എയുടെ കണ്ടൻറ്റ് വേണം, ബിയുടെ കണ്ടൻറ്റ് വേണം. അതിനെ നമുക്ക് അഡീഷൻ ചെയ്തിട്ട് വി വാണ്ട് ടു സ്റ്റോർ ഇറ്റ് ഇൻ ടു അനദർ വേരിയബിൾ കോൾഡ് ആസ് അനദർ ലൊക്കേഷൻ കോൾഡ് ആസ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എയുടെ കണ്ടൻറ്റിനെ ആക്സസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എയുടെ കണ്ടൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്തിട്ട് വി വാണ്ട് ടു പ്ലേസ് ഇറ്റ് ടു സംവെയർ അല്ലേ. സോ അപ്പോൾ എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന മെമ്മറിയിൽ ഓപ്പറേഷൻസ് നടത്താൻ സി പി യുയിൽ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണ്, രജിസ്റ്റേഴ്സിനെയാണ്. അപ്പോൾ ഞാൻ സേഫായിട്ട് എന്ത് ചെയ്യും, എയുടെ കണ്ടൻറ്റിനെ എടുത്തിട്ട് ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും, രജിസ്റ്ററിൽ കൊണ്ടുവയ്ക്കും. എങ്ങോട്ടേക്ക് കൊണ്ടുവയ്ക്കും, രജിസ്റ്ററിലേക്ക്. ആ രജിസ്റ്ററിന് ഞാൻ വിളിച്ച പേരാണ് R1. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. സോ ഞാൻ R1 എന്ന് വിളിച്ചു. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിലെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിലെ കണ്ടൻറ്റ് നമുക്ക് ഒരു സ്പെസിഫൈഡ് ലൊക്കേഷനിൽ നിന്നോ രജിസ്റ്ററിൽ നിന്നോ നമുക്ക് വേറൊരു ലൊക്കേഷനിലേക്കോ രജിസ്റ്ററിലേക്കോ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ കണ്ടൻറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് മൂവ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, മൂവ് എ കോമ R1. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, കണ്ടൻറ്റ് ഇൻ എ വിൽ ബി മൂവ് ടു ദ രജിസ്റ്റർ R1. എയിലുള്ള കണ്ടൻറ്റ് എങ്ങോട്ടേക്കും വരും, ഷെയർഡ് ആവും, R1 എന്നുള്ള രജിസ്റ്ററിലേക്ക് ഷെയർഡ് ആവും. കുഴപ്പമില്ലല്ലോ. സോ ഫസ്റ്റ് എയുടെ കണ്ടൻറ്റ് എടുക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ എയുടെ കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഓപ്പറാൻഡ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അതിവിടെ വെച്ചിട്ടുണ്ട്, നമ്മൾ R1 വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഓപ്പറാൻഡിനെ വേണമെങ്കിൽ എടുത്ത് ഒരു രജിസ്റ്ററിലോട്ട് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, മൂവ് എന്ത് കൊടുക്കാം, ബി കോമ R2 എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം, ഈ 2 കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യാം. ആഡ് എന്ത് കൊടുത്തു, R1 കോമ R2. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്തേക്കുന്നത് റൈറ്റ് സൈഡിലുള്ള വേരിയബിളാണ്. സോ ഇവിടുത്തെ നമ്മുടെ റിസൾട്ട് വരുന്നത് എവിടെയായിരിക്കും, R2-ലായിരിക്കും. സോ നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയായിരിക്കും, R2-ലായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, R2-ൻ്റെ കണ്ടൻറ്റ് എടുത്ത് നമുക്ക് എങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കാം, സിയിലേക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇരിക്കേണ്ട ലൊക്കേഷൻ എവിടെയാണ്, സി ആണ്. സോ മൂവ് നമുക്ക് എന്ത് കൊടുക്കാം, R2-ൻ്റെ കണ്ടൻറ്റ് എടുത്ത് നമുക്ക് എങ്ങോട്ടേക്ക് കൊടുക്കാം, സിയിലേക്ക് കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്, ഇവിടെ നമ്മൾ 2 രജിസ്റ്റേഴ്സിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട്
ഒരു രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഓപ്പറാൻഡായിട്ടും അടുത്ത മെമ്മറി ലൊക്കേഷൻ്റെ കണ്ടൻറ്റ് നെക്സ്റ്റ് ഓപ്പറാൻഡായിട്ടും യൂസ് ചെയ്തു. അപ്പോൾ നോക്കിക്കേ ഇവിടെ ചെയ്തേക്കുന്നത് എന്താ, നമുക്ക് R1 എന്ത് വന്നിട്ടുണ്ട്, ഒരു ഡേറ്റ വാല്യൂ വന്നിട്ടുണ്ട്. ആ ഡേറ്റ വാല്യൂവിനെ നമ്മളിവിടെ ആരുമായിട്ട് യൂസ് ചെയ്തു, നമ്മുടെ സെക്കൻഡ് ഓപ്പറാൻഡായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അഡീഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട എന്താ, ബിയുടെ കണ്ടൻറ്റാണ്. സോ ബി എന്ത് കൊടുത്തു, R1. ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? കണ്ടൻറ്റ് ഇൻ ബി ഷുഡ് ബി ആഡഡ് വിത്ത് R1 ആൻഡ് ദ റിസൾട്ട് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ദിസ് രജിസ്റ്റർ R1. ഓക്കെ, അപ്പോൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പറേഷനിൽ ശരിക്കും നടക്കുന്നത് എന്താണ്, R1 കണ്ടൻറ്റും എന്താ ചെയ്യുന്നത്, ബിയുടെ കണ്ടൻറ്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, സോ ബി എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷനാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, R1 കണ്ടൻറ്റും പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്, മെമ്മറി ലൊക്കേഷൻ ബിയിലെ കണ്ടൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ദെൻ വി ആർ സ്റ്റോറിങ് ദ റിസൾട്ട് ഇൻ ടു ദ രജിസ്റ്റർ R1. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, ഈ ഒരു എക്സ്പാൻഷനിൽ എന്താണ് 3 ഓപ്പറാൻഡ്സ് വന്നിട്ടില്ലേ എന്ന്, അതായത് 1 2 3. ഓക്കെ, സോ പക്ഷേ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴേക്കും ആക്ച്വലി നടക്കുന്നത് ഒരു എക്സ്പാൻഡഡ് വേർഷനാണ്. ആക്ച്വലി ഇവിടെ നടക്കുന്നത് എന്താണ്, നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിച്ചാൽ മതി. ഇൻസ്ട്രക്ഷൻ പറയുന്നത് എന്താണ്, ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, ആഡ് എന്താ R1. ഓക്കെ, അതായത് നമ്മൾ രജിസ്റ്റർ R1 സ്റ്റോർ ചെയ്യുവാണ് നമ്മുടെ വാല്യൂവിനെ. സോ നമ്മളങ്ങനെ എഴുതിയേക്കുന്നത് ആഡ് എന്ത് കൊടുക്കണം, B, R1. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഓപ്പറാൻഡ്സ് ഉണ്ട്, ആക്ച്വലി 2 ഓപ്പറാൻഡ്സേ ഉള്ളൂ. അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്കും ഇതൊരു 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ്, പക്ഷേ അതിനെ നമ്മൾ ഡികമ്പോസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് കിട്ടുക, ഈ ഒരു എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഒരിക്കലും ഇതൊരു കൺഫ്യൂസ്ഡ് ആയി പോകരുത്. നമ്മൾ ആദ്യം ആ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി നോക്കുക. ദർ ഷുഡ് ബി എത്ര ഓപ്പറാൻഡ്സ് ഉണ്ടായിരിക്കണം, 2 ഓപ്പറാൻഡ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതൊരു 2 അഡ്രസ് ഇൻസ്ട്രക്ഷനാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ സീക്വൻസ് ഓഫ് കോഡ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദീസ് കോഡ് ഓൾസോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബി രജിസ്റ്ററിലെ കണ്ടൻറ്റ് R1 കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ആൻസർ എവിടെ ഇരിപ്പുണ്ട്, R1 ഇരിപ്പുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഏതാണ്, C ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിയിലേക്ക് നമുക്ക് ഈ ഡേറ്റയെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ R1 കണ്ടൻറ്റിനെ സിയിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്, മൂവ് എന്ത് കൊടുക്കാം, R1, C. Then what will happen, our result, the sum value is stored in R1 which will be moved to the memory location C. എങ്ങോട്ടേക്ക് അത് മൂവ് ചെയ്യും, സി എന്നുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഒരു 2 അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. ഇനിയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്, ദാറ്റ് ഈസ് 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു ഓപ്പറാൻഡ് എന്തായിരിക്കും, 1 അഡ്രസ് ഇൻസ്ട്രക്ഷനകത്തുള്ള ഒരു ഓപ്പറാൻഡ് ഒബ്വിയസ് ആയിട്ടും ആരായിരിക്കും, അക്യുമുലേറ്റർ ആയിരിക്കും, അക്യുമുലേറ്റർ രജിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് ഒരു ഓപ്പറാൻഡേ വന്നിട്ടുള്ളെങ്കിലും ഇൻ എഫക്റ്റിൽ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എത്ര ഓപ്പറാൻഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, 2 ഓപ്പറാൻഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എയുടെ കണ്ടൻറ്റ് എടുക്കണം, ബിയുടെ കണ്ടൻറ്റ് എടുക്കണം, അത് ആഡ് ചെയ്യണം, സിയിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ ഫസ്റ്റ് വി വോണ്ട് ടു ആക്സസ് ദ കണ്ടൻറ്റ് ഇൻ എ. സോ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടൻറ്റ് എടുത്ത് നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ദ സെക്കൻഡ് ഓർ ദ ഓപ്പറാൻഡ് വിച്ച് ഈസ് ടു ബി യൂസ്ഡ് ഇൻ ദിസ് വൺ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഈസ് അക്യുമുലേറ്റർ. സോ വി വോണ്ട് ടു ലോഡ് ദ കണ്ടൻറ്റ്, വി വോണ്ട് ടു ലോഡ് ദ കണ്ടൻറ്റ് ഇൻ ദിസ് മെമ്മറി ലൊക്കേഷൻ എ ടു ദ അക്യുമുലേറ്റർ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് കണ്ടൻറ്റ് എടുത്ത് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് പ്ലേസ് ചെയ്യുന്ന ഓപ്പറേഷൻ വിളിക്കുന്ന പേരെന്താണ്, ലോഡ്. എന്താ നമ്മൾ വിളിക്കുക, ലോഡ്. ഓക്കെ, എപ്പോഴും ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രജിസ്റ്ററിലോട്ടായിരിക്കും ഡേറ്റ വരുന്നത്. So we are storing the data into this register. ആ രജിസ്റ്ററിൻ്റെ പേരെന്താണ്, അക്യുമുലേറ്റർ. ഹിയർ വി ആർ യൂസിങ് അക്യുമുലേറ്റർ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്, ലോഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ലോഡും സ്റ്റോറും തമ്മിൽ തിരിഞ്ഞു പോരുത്. സോ വി ആർ ലോഡിങ് ദ മെമ്മറി ലൊക്കേഷൻ കണ്ടൻറ്റ് ഇൻ ടു ദിസ് അക്യുമുലേറ്റർ. സോ എപ്പോഴും ഒരു 1 അഡ്രസ് ഇൻസ്ട്രക്ഷനകത്ത് ഒറ്റ ഓപ്പറാൻഡേ വരുള്ളൂ. സോ ഇവിടുത്തെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഓപ്പറാൻഡ് എന്താണ്, ലൊക്കേഷൻ, എയുടെ ലൊക്കേഷൻ. സോ എ, സോ ലോഡ് എ കൊടുത്തു. ലോഡ് എ എന്ന് പറയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നടക്കുന്ന എന്താണ്, ഇവിടെ ഇൻ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കോൺസെപ്റ്റ് എന്താണ്, നമ്മുടെ അക്യുമുലേറ്ററിലേക്കാണ് എന്ത് ചെയ്യുന്നത്, എയുടെ കണ്ടൻറ്റ് സ്റ്റോർ ആവുന്നത്. സോ ദ മെമ്മറി അഡ്രസ് ഓഫ് എ ഈസ് കോപ്പീഡ് ഇൻ ടു ദിസ് അക്യുമുലേറ്റർ. അല്ലേ, എങ്ങോട്ടേക്ക് സ്റ്റോർ ആവും, അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ആവും. ഓക്കെ, ഇനി എന്താണ്, ഫസ്റ്റ് ഓപ്പറാൻഡ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, സെക്കൻഡ് ഓപ്പറേഷൻ ചെയ്യണം. സെക്കൻഡ് ഓപ്പറേഷൻ ഇപ്പോൾ നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുന്ന പറയുമ്പോഴേക്കും നമ്മുടെ ഡേറ്റ വന്നിരിക്കുന്നത് എന്താണ്, അക്യുമുലേറ്ററിലാണ് നമ്മുടെ ഡേറ്റ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സേ എയിലുള്ള വാല്യൂ 10 ആണെങ്കിൽ ഇപ്പോൾ അക്യുമുലേറ്ററിലെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ്, 10 വന്നിട്ടുണ്ട്. ബിയിലുള്ള കണ്ടൻറ്റ് 20 ആണെങ്കിൽ അക്യുമുലേറ്ററിൽ ഡേറ്റ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ കയ്യിൽ ഒരു ഓപ്പറാൻഡ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, അതാണ് അക്യുമുലേറ്റർ. നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്, അക്യുമുലേറ്ററിലേക്കാണ്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനി നമുക്ക് വരേണ്ടത് ഒരു ലൊക്കേഷനാണ്. ആ ലൊക്കേഷൻ്റെ പേരെന്താ, ബി. എന്താ
എന്താണ് ബി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബിയുടെ കണ്ടൻറ്റിനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അക്യുമുലേറ്ററോട് വെച്ചാൽ കാര്യമുണ്ടോ, അപ്പോൾ അക്യുമുലേറ്റർ ഓവർ റൈറ്റായി പോകത്തില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആക്ച്വലി അഡീഷൻ അവിടെ പെർഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ആരെയൊക്കെ തമ്മിലാണ് ആഡ് ചെയ്യുന്നത്, അക്യുമുലേറ്ററിനെയും ബിയെയും തമ്മിൽ ആഡ് ചെയ്യും. ബിയിലാണല്ലോ നമ്മുടെ രണ്ടാമത്തെ ഓപ്പറാൻഡ് ഇരിക്കുന്നത്. സോ നമ്മൾ എഴുതുന്ന സമയത്ത് ആഡ് ബി എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ മതി, സിൻസ് ഇറ്റ്സ് എ സിംഗിൾ വൺ അഡ്രസ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ, ആഡ് ബി എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്, ആഡ് കണ്ടൻറ്റ് ഇൻ അക്യുമുലേറ്റർ വിത്ത് ദിസ് മെമ്മറി ലൊക്കേഷൻ ബി ആൻഡ് സ്റ്റോർ ദ ഫൈനൽ റിസൾട്ട് ഇൻ ടു ദിസ് അക്യുമുലേറ്റർ. സോ നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡേറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മെമ്മറി അഡ്രസ് ബിയിലുള്ള കണ്ടൻറ്റിനെ എടുത്ത് അക്യുമുലേറ്ററിൽ വെച്ച് ആഡ് ചെയ്തു, അക്യുമുലേറ്ററുള്ള കണ്ടൻറ്റുമായിട്ട് നമ്മൾ ആഡ് ചെയ്തു. ദെൻ വി ആർ സ്റ്റോറിങ് ദ ഫൈനൽ റിസൾട്ട് ഇൻ ടു ദിസ് അക്യുമുലേറ്റർ. സോ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, റിസൾട്ട് ഇപ്പോൾ എന്തുകൊണ്ട് അക്യുമുലേറ്ററിലുണ്ട്. സോ നമ്മുടെ ആസ് പെർ ദ ഗിവൺ ഇൻസ്ട്രക്ഷൻ നമ്മുടെ റിസൾട്ട് എവിടെ ഇരിക്കണം, അക്യുമുലേറ്ററിലാണോ വേണ്ടത്, ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ എവിടെ എത്തിക്കണം, നമ്മുടെ മെമ്മറി ലൊക്കേഷനായിട്ടുള്ള സിയിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിയിലേക്ക് ഈ ഡേറ്റ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അക്യുമുലേറ്ററിൽ നിന്നൊരു ഡേറ്റ നമ്മൾ ആക്സസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണ്, എന്ത് വിളിക്കും നമ്മൾ, സ്റ്റോർ. എന്ത് കൊടുക്കും, നമ്മൾ സ്റ്റോർ കൊടുക്കും. ഒരിക്കലും ലോഡും സ്റ്റോറും തമ്മിൽ തിരിഞ്ഞു പോകരുത്. സോ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴേക്കും എന്താ നടക്കുക, ഈ ഒരു അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് നമ്മുടെ മെമ്മറി ലൊക്കേഷനിലേക്ക് വന്ന് പ്ലേസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സ്റ്റോർ. ഇവിടെ നമുക്ക് ഏത് മെമ്മറി ലൊക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത്, സി ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വി ആർ റൈറ്റിംഗ് ദ ഇൻസ്ട്രക്ഷൻ ആസ് സ്റ്റോർ, എന്ത് കൊടുക്കും, സി കൊടുക്കും. ഓക്കെ, അപ്പോൾ സ്റ്റോർ സി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഇൻസ്ട്രക്ഷനിൽ നമുക്ക് സിംഗിൾ ഓപ്പറാൻഡ് മാത്രമേ ഉള്ളൂ, അതെന്താണ്, സി ആണ്. സോ ഇവിടുത്തെ ആക്ച്വൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, സ്റ്റോർ സി എന്ന് പറയുവാണെങ്കിൽ എന്താ ചെയ്യുക, സ്റ്റോർ ദ കണ്ടൻറ്റ് ഇൻ അക്യുമുലേറ്റർ ടു ദിസ് മെമ്മറി ലൊക്കേഷൻ കോൾഡ് സി. ഓക്കെ, അപ്പോൾ എന്ത് നടക്കുന്ന, ആക്ച്വലി മെമ്മറി ലൊക്കേഷൻ ആയിട്ടുള്ള സിയിലേക്ക് ഏത് കണ്ടൻറ്റ് വരും, അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ അതല്ലാതെ നമുക്ക് വേണ്ടിയിരുന്നത് രണ്ട് ലൊക്കേഷൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്ത് വി ആർ സ്റ്റോറിങ് ഇറ്റ് ഇൻ ദ അക്യുമുലേറ്റർ ആൻഡ് ഫൈനലി വി ആർ കോപ്പിംഗ് ദ കണ്ടൻറ്റ് ഓഫ് ദിസ് അക്യുമുലേറ്റർ ടു എ മെമ്മറി ലൊക്കേഷൻ കോൾഡ് സി. ഓക്കെ, സിമ്പിളാണോ. അപ്പോൾ ഇതേപോലെ ഒരു ഇൻസ്ട്രക്ഷൻ തരുവാണെങ്കിൽ, ഒരു ഫുൾ ഇൻസ്ട്രക്ഷൻ തരുവാണെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് എന്താ പറയുന്നത് സീക്വൻസസ്, ഇൻസ്ട്രക്ഷൻ സീക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആൻസർ ചെയ്യണം. ഈ രണ്ട് ക്വസ്റ്റ്യൻസും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനെ ഡീകമ്പോസ് ചെയ്യുന്നത് നമുക്ക് 1 അഡ്രസ്സിൽ ചെയ്യാം, 2 അഡ്രസ് വെച്ച് ചെയ്യാം, 3 അഡ്രസ്സിൽ ചെയ്യാം. ഓക്കെ, സോ 0 അഡ്രസ് മെത്തേഡും കൂടി ഉണ്ട്. എനിക്കൊന്നും നിങ്ങൾക്കത് ഇല്ല, അത് മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആ ഒരു മെത്തേഡിലോട്ട് പോകുന്നത് അത് കുറച്ചും കൂടി ടഫാണ് കമ്പാരിറ്റീവ്ലി ഇതുമായിട്ട് നോക്കുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു വലിയൊരു ഹ്യൂജ് ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ, a+b into c plus d. ഇതാണ് നമ്മുടെ ഗിവൺ എക്സ്പ്രഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു അനലൈസ് ദ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ അനലൈസ് ചെയ്യുവാണെങ്കിൽ, സോ വാട്ട് ഇസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി ജോബ് അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ഇൻസ്ട്രക്ഷൻ ഓവർ ഹിയർ. ഇവിടെ നമുക്ക് പാരാന്തസിസിനുള്ളിൽ a+b തന്നിട്ടുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് എക്സിക്യൂട്ട് ആവേണ്ട എന്തായിരിക്കും, a+b ചെയ്യണം. എന്നിട്ട് നമ്മൾ പോകുന്ന എന്താണ്, എഗെയിൻ പാരാന്തസൈസ്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ എന്താണ് ഇൻസ്ട്രക്ഷൻ, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, c+d. ഓക്കെ, ദെൻ ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിലോട്ട് പോകാൻ പാടുള്ളൂ, ഫൈനൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ പാടുള്ളൂ. സോ ദാറ്റ് വിൽ ബി ദ തേർഡ് വൺ. ഓക്കെ, സോ ഇവിടെ നമ്മൾ 3 ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ. അപ്പോൾ a+b, ദെൻ c+d, ഫൈനലി ദ ഫസ്റ്റ് റിസൾട്ട് ഇൻ ടു ദ സെക്കൻഡ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം, ഇൻ ദീസ് 3 മോഡ്സ്. ഓക്കെ, സോ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴേക്കും എയും ബിയും ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം, എയും ബിയും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എയുടെ കണ്ടൻറ്റ് എടുക്കണം, ബിയുടെ കണ്ടൻറ്റ് എടുക്കണം. സിൻസ് വി ആർ പെർഫോമിങ് എ 3 അഡ്രസ് മോഡ്, നമുക്ക് എത്ര ഓപ്പറാൻസ് വേണം, വി നീഡ് 3 ഓപ്പറാൻസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഹിയർ വി ആർ യൂസിങ് ദ വാല്യൂ ഇൻ എ ആൻഡ് ദ വാല്യൂ ഇൻ ബി ആൻഡ് ഫൈനലി വി ആർ സ്റ്റോറിങ് ദ റിസൾട്ട് ഇൻ ടു അനദർ രജിസ്റ്റർ ദാറ്റ് ഈസ് കോൾഡ് ആസ് R1. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രജിസ്റ്ററിൻ്റെ പേര് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ അതിൻ്റെ ആൻസർ എവിടെ വന്നിട്ടുണ്ട്, R1 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സെഷനിലോട്ട് പോവുകയാണ്, c+d. c+d നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, ഈ സെയിം മെത്തേഡിൽ തന്നെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് a ആഡ് c, d ആൻഡ് വി ആർ സ്റ്റോറിങ് ഇറ്റ് ടു അനദർ രജിസ്റ്റർ ദാറ്റ് ഈസ് R2. സോ R1 നമുക്ക് വേണം, സോ അതുകൊണ്ട് നമ്മളതിനെ ഓവർ റൈറ്റ് ചെയ്യില്ല. ദെൻ വി ആർ യൂസിങ് അനദർ രജിസ്റ്റർ ദാറ്റ് ഈസ് കോൾഡ് ആസ് R2. ദെൻ വി ആർ സ്റ്റോറിങ് ദ സമ്മേറ്റഡ് വാല്യൂ ഓഫ് c ആൻഡ് d ഇൻടു ദിസ് രജിസ്റ്റർ R2. ഓക്കെ ആണോ. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ 2 റിസൾട്ട്സും എവിടെയുണ്ട്, R1 R2 ഉണ്ട്. ദെൻ വി വാണ്ട് ടു പെർഫോം ദ തേർഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ ഫോർ ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ,
നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത്, പെർഫോം ചെയ്യേണ്ടത്. സോ MUL എന്നുള്ള കമാൻഡ് കൊടുക്കും. ദെൻ വി ആർ മൾട്ടിപ്ലിക്കേറ്റിംഗ് ദ വാല്യൂ ഇൻ R1 ആൻഡ് R2. ഓക്കെ, സോ R1 കൊടുത്തു, R2 കൊടുത്തു. സിൻസ് ഇറ്റ്സ് എ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ വി നീഡ് ടു സ്പെസിഫൈ എ തേർഡ് ഓപ്പറാൻഡ് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞാനൊരു മെമ്മറി ലൊക്കേഷൻ കൊടുത്തു. നമുക്ക് R3യിലേക്ക് വേണമെങ്കിലും കൊണ്ടുവെക്കാം കേട്ടോ. സോ ഇവിടെ ഞാനൊരു മെമ്മറി ലൊക്കേഷൻ കൊടുത്തു X. ഓക്കെ, അപ്പോൾ X എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മുടെ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾ റിസൾട്ടിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് സേഫ് ആക്കി വെച്ചു. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്ന മീൻസ് ഫുൾ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആഡ് A-B-R1 അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് ഓഫ് A ഈസ് ആഡഡ് വിത്ത് ദ കണ്ടൻറ്റ് ഇൻ B, ദെൻ ദാറ്റ് ഈസ് സ്റ്റോർഡിങ് ഇൻ ടു അനദർ രജിസ്റ്റർ കോൾഡ് ആസ് R1. ദെൻ മെമ്മറി കണ്ടൻറ്റ് ഇൻ C ഈസ് ആഡഡ് വിത്ത് ദ കണ്ടൻറ്റ് ഇൻ D ആൻഡ് വി ആർ സ്റ്റോറിങ് ഇറ്റ് ഇൻ ടു അനദർ രജിസ്റ്റർ കോൾഡ് ആസ് R2. ഓക്കെ, സോ ദ നെറ്റ് റിസൾട്ട്സ് R1 ആൻഡ് R2 വിൽ ബി മൾട്ടിപ്ലൈഡ് വിത്ത് multiplied, and that data, the final result will be stored into another memory location that is called as X എന്നോ Y എന്നോ Temp എന്നോ T എന്നോ ഇഷ്ടമുള്ള ഒരു ടെമ്പററി രജിസ്റ്റർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു ടെമ്പററി ഡേറ്റയിൽ ഒരു ലൊക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്തെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണല്ലോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 2 അഡ്രസ് മോഡിലാണ്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ, സോറി ഡീകമ്പോസിഷൻ ഞാൻ ഇറേസ് ചെയ്ത് കളഞ്ഞു. ദെൻ C+D. Okay, this is the first operation to be executed. This is the second one, finally the multiplication process. Okay, so ഒരു 2 അഡ്രസ് ഇൻസ്ട്രക്ഷനിൽ നമുക്ക് 2 ഓപ്പറാൻഡ്സേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്പറേഷൻ എങ്ങനെ എഴുതാമെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, എയിലെ കണ്ടൻറ്റിനെ നമുക്കൊരു രജിസ്റ്ററിലേക്ക് മാറ്റാം. ബിക്കോസ് നമ്മളതിനെയാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ടായിട്ട് നമ്മൾ ആ രജിസ്റ്ററിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ രജിസ്റ്ററിലെ കണ്ടൻറ്റാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ടായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ എയിലെ കണ്ടൻറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, മൂവ് A, R1 ആണല്ലോ. ഇപ്പോൾ R1 ഒരു ഓപ്പറാൻഡ് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എന്തിനെ തമ്മിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ R1 ഇരിക്കുന്ന കണ്ടൻറ്റും പിന്നെന്താണ് നമ്മുടെ മെമ്മറി ലൊക്കേഷൻ ആയിട്ടുള്ള ബിയിലെ കണ്ടൻറ്റും. സോ ആഡ് B, R1 ആൻഡ് വി ആർ യൂസിങ് ദിസ് രജിസ്റ്റർ ഫോർ സ്റ്റോറിങ് ദ റിസൾട്ട് ഓൾസോ. സോ ഇപ്പോൾ റിസൾട്ട് എവിടെ ഇരിപ്പുണ്ട്, R1 ഇരിപ്പുണ്ട്. നമുക്ക് എയുടെ കണ്ടൻറ്റ് എടുത്തു, മെമ്മറി അഡ്രസ് ഓഫ് ബിയിൽ പോയി കണ്ടൻറ്റ് എടുത്തു, ആൻഡ് വി ആർ സബ്മിറ്റിംഗ് ദീസ് വാല്യൂസ് ആൻഡ് വി ആർ സ്റ്റോറിങ് ദ റിസൾട്ട് ഇൻ ടു R1. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെറ്റ്, സെക്കൻഡ് സെറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെയ്യുന്നത് എന്താ, അവിടെ നമുക്ക് സിയും ഡിയും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു രജിസ്റ്ററിലേക്ക് നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യും. സോ മൂവ് C, R2. ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് C ആണ്. സോ മൂവ് C, R2. സോ R2 എന്നുള്ള രജിസ്റ്ററിലേക്ക് നമ്മൾ സിയിലുള്ള മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് എടുത്ത് വെച്ചു. ദെൻ വി ആർ ആഡിങ് ദിസ് D ആൻഡ് R2 ടുഗദർ. എന്നിട്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, ഇൻ ടു ദ രജിസ്റ്റർ R2. ഓക്കെ, സോ നൗ R2 ഈസ് ദ രജിസ്റ്റർ വിച്ച് ഈസ് ഹോൾഡിംഗ് ദ സമ്മേറ്റഡ് വാല്യൂ ഓഫ് C ആൻഡ് D. അപ്പോൾ 2 മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട്, R2 ഇരിപ്പുണ്ട്. ഓക്കെ, സോ ദെൻ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ബി കണ്ടിന്യൂഡ്, മൾട്ടിപ്ലൈ ചെയ്യണം. ആരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, R1 കണ്ടൻറ്റും R2 കണ്ടൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ആർ പെർഫോമിങ് R1 ഇൻറ്റു R2. സോ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ്, MUL എന്ത് കൊടുത്തു, R2, R1 എന്ന് എഴുതാം, R1, R2 എന്ന് എഴുതാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. സോ നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ R1 നമ്മുടെ നെറ്റ് റിസൾട്ട് വരിക. ഓക്കെ, സോ അപ്പോൾ R1 കണ്ടൻറ്റ് നമുക്കിനി എന്ത് ചെയ്യണം, ഫൈനലി വി വാണ്ട് ടു സ്റ്റോർ ദ റിസൾട്ട് ഇൻ ടു എ മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു മൂവ് ഓപ്പറേഷൻ ചെയ്തു. ദെൻ മൂവ്, സോ നമ്മൾ എന്ത് ചെയ്തു, മൂവ് കൊടുത്തു. എന്താ ചെയ്യുന്നത്, R1 കണ്ടൻറ്റ് നമ്മൾ ആരിലേക്ക് കൊടുത്തു, ഒരു മെമ്മറി ലൊക്കേഷനുള്ള Xലേക്ക് കൊടുത്തു. ദാറ്റ് ഈസ് മെമ്മറി ലൊക്കേഷൻ ഓഫ് X വിൽ ബി ഫിൽഡ് വിത്ത് ദ വാല്യൂ ദ കണ്ടൻറ്റ് ഇൻ R1. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ മെമ്മറിയിലേക്ക് സേഫായിട്ട് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളൊരു അസംഷനിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താ, നമ്മളുടെ 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ 1 അഡ്രസ് എഴുതുമ്പോഴേക്കും ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ അക്യുമുലേറ്ററിൻ്റെ യൂസേജ് കൃത്യമായിട്ട് ലോഡും സ്റ്റോറും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണ്, A+Bയുടെ എക്സിക്യൂഷൻ. സോ A+Bക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ അക്യുമുലേറ്ററിലേക്ക് എയുടെ വാല്യൂ എടുത്ത് വെച്ചു. സോ ഇപ്പോൾ നമ്മുടെ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് എന്താണ്, ഇതാണ് നമ്മുടെ അക്യുമുലേറ്റർ. ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് ദ കണ്ടൻറ്റ് ഇൻ എയിൽ 10 ആണെങ്കിൽ ഇപ്പം എവിടെ വന്നിട്ടുണ്ട്, അക്യുമുലേറ്ററിൽ 10 വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആഡ് എന്ത് കൊടുത്തു നമ്മൾ B. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ബിയിലെ കണ്ടൻറ്റും ആഡ് ചെയ്യും. ഓക്കെ, സോ ബിയിലെ കണ്ടൻറ്റ് 20 ആണെങ്കിൽ ആഡ് B മീൻസ് വാട്ട്, ദ കണ്ടൻറ്റ് ഇൻ അക്യുമുലേറ്റർ ദാറ്റ് ഈസ് 10 ഈസ് ആഡഡ് വിത്ത് B. വാട്ട് ഇസ് ദ കണ്ടൻറ്റ് ഇൻ B, ദാറ്റ് ഈസ് 20 ആൻഡ് ദ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദ അക്യുമുലേറ്റർ. സോ നമ്മുടെ അക്യുമുലേറ്ററിലേക്ക് ഏത് വാല്യൂ വരും, 30 എന്നുള്ള വാല്യൂ വരും.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ അക്യുമുലേറ്ററിൽ ഫസ്റ്റ് റിസൾട്ട് വന്നിരിപ്പുണ്ട്. ഈ ഫസ്റ്റ് റിസൾട്ട് നമുക്കിനി ഫ്യൂച്ചർ യൂസ് ഉള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം, സേഫ് ആയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് സെക്ഷനായിട്ടുള്ള ദാറ്റ് ഈസ് C+D ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള റിസൾട്ടാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ C+Dയുടെ റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു 30 നമുക്ക് യൂസ് ചെയ്യാൻ. സോ ഇവിടുത്തെ നമ്മുടെ ഫുൾ ആൻസർ നമുക്ക് എന്ത് കിട്ടി, 30 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, C+Dയിൽ ഈ സെയിം ഓപ്പറേഷൻ റിപ്പീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ C+Dയിൽ സെയിം ഓപ്പറേഷൻ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അക്യുമുലേറ്ററിനെ ഫ്രീ ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അക്യുമുലേറ്ററിൻ്റെ കണ്ടൻറ്റ് നമ്മളൊരു മെമ്മറിയിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ നോക്കിക്കേ, ഇപ്പം അക്യുമുലേറ്റർ കണ്ടൻറ്റ് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ലോഡ് യൂസ് ചെയ്യുമോ സ്റ്റോർ യൂസ് ചെയ്യുമോ, അക്യുമുലേറ്റർ കണ്ടൻറ്റ് എടുക്കുവാണ്. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, സ്റ്റോർ. ഓക്കെ, അക്യുമുലേറ്റർ കണ്ടൻറ്റ് എടുക്കുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്, സ്റ്റോർ. സോ വി ആർ സ്റ്റോറിങ് ദ കണ്ടൻറ്റ് ഇൻ അക്യുമുലേറ്റർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് T എന്നുള്ള മെമ്മറി ലൊക്കേഷൻ ആട്ടോ. അപ്പോൾ എന്ത് കൊടുത്തു, സ്റ്റോർ T. സോ വാട്ട് ഇസ് ദിസ് ഇൻസ്ട്രക്ഷൻ മീൻ, ദ കണ്ടൻറ്റ് ഇൻ അക്യുമുലേറ്റർ വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദ മെമ്മറി ലൊക്കേഷൻ കോൾഡ് T. ഓക്കെ, അപ്പോൾ എന്തെഴുതി, M(T)യിലേക്ക് അക്യുമുലേറ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. ഓക്കെ, സ്റ്റോർ T ഒരൊറ്റ ഓപ്പറാൻഡേ വരുള്ളൂ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പെയറായിട്ട് വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും, അക്യുമുലേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് ദാറ്റ് ഈസ് 30 എന്നുള്ള വാല്യൂ ഇപ്പോൾ നമ്മൾ സേഫായിട്ട് ആരുടെ കയ്യിൽ കൊടുത്തു, Tയുടെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ Tയുടെ കയ്യിൽ ആ സേഫായിട്ട് ആ ഡേറ്റ ഇരിപ്പുണ്ട്. അതാണ് നമ്മുടെ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം, C+Dനെ നമ്മൾ സെയിം മെത്തേഡിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇത് ഇത്രയും ഫസ്റ്റ് സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് സെഗ്മെൻറ്റിലേക്ക് പോകാം. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നേരത്തെ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഓപ്പറാൻഡിനെ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് നമ്മൾ റിസീവ് ചെയ്യും. ദാറ്റ് ഈസ് നമ്മൾ എന്ത് കൊടുക്കും, ലോഡ് കൊടുക്കും. ദെൻ ലോഡ് എന്ത് കൊടുത്തു, C കൊടുത്തേക്കുന്നത് ഇവിടെ അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് Cയിലെ കണ്ടൻറ്റ് എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് വരും. ദാറ്റ് ഈസ് അക്യുമുലേറ്റർ വിൽ ബി ഫിൽഡ് വിത്ത് ദ കണ്ടൻറ്റ് ഇൻ എന്താ, മെമ്മറി ലൊക്കേഷൻ C, മെമ്മറി അഡ്രസ് ഓഫ് C. സ്പേസ് ഇല്ല, ഞാൻ നീക്കി വരയ്ക്കാം. സോ വാട്ട് ഇസ് ദാറ്റ്, ലോഡ് C മീൻ load C means what, we are storing the content in C into the accumulator. So AC will be filled with what, memory address of the content in the memory address of C. ഓക്കെ, സോ സിയിലെ കണ്ടൻറ്റ് എടുത്തിട്ട് വന്നു, അക്യുമുലേറ്ററിൽ വന്നു. സോ അക്യുമുലേറ്ററിൽ ഇപ്പോൾ ഒരു ഓപ്പറാൻഡ് ഉണ്ട്. സോ വി ക്യാൻ ഡയറക്ട്ലി ആഡ് ദ അതർ മെമ്മറി ലൊക്കേഷൻ കണ്ടൻറ്റ് അലോങ് വിത്ത് ദിസ് അക്യുമുലേറ്റർ. സോ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ആഡ് നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ്റെ പേരെന്താണ്, D. ഇവിടെ ഇൻഎഫക്റ്റിൽ അഡീഷൻ നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും Dയുടെ കണ്ടൻറ്റും. ഓക്കെ, സോ ഇപ്പം അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് ഇപ്പോൾ ഇവിടെ ഒരു 5ഉം പിന്നെ ഒരു 7ഉം ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം അഡീഷൻ നടക്കുന്നത് എന്തായിരിക്കും, 5ഉം 7ഉം തമ്മിൽ അഡീഷൻ നടക്കും. കാര്യം 5 ഇപ്പോൾ അക്യുമുലേറ്ററിലുണ്ട്. സോ നമുക്ക് ആഡ് D കൊടുക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും, നമ്മുടെ റിസൾട്ട് ഓക്കെ എന്ത് കിട്ടും, നമുക്ക് ആഡ് D എന്നുള്ള ആൻസർ അതായത് 5ഉം 7ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ആൻസർ എവിടെ വരും, അക്യുമുലേറ്ററിലായിരിക്കും വരിക അല്ലേ. സോ വാട്ട് ഇസ് ദാറ്റ്, ആഡ് D മീൻസ് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും മെമ്മറി ലൊക്കേഷനിലുള്ള Dയുടെ കണ്ടൻറ്റും ആഡ് ചെയ്തിട്ട് വി ആർ സ്റ്റോറിങ് ഇറ്റ് ഇൻ ടു ദ അക്യുമുലേറ്റർ. സോ ഇപ്പോൾ നമ്മളുടെ സെക്കൻഡ് സെഗ്മെൻറ്റിൻ്റെ മീൻസ് ടോട്ടൽ ആൻസർ എത്രയാണ്, 5 + 7 12. സോ 12 എവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ അക്യുമുലേറ്ററിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എവിടെ ഇരിപ്പുണ്ട്, അക്യുമുലേറ്ററിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 12ഉം 30 വേണ്ടത്. 12 ഇപ്പോൾ സേഫായിട്ട് ആരുടെ കയ്യിലുണ്ട്, അക്യുമുലേറ്ററിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഒരു ഓപ്പറാൻഡ് അക്യുമുലേറ്ററിൽ സെറ്റായി. സോ വി ക്യാൻ ഡയറക്ട്ലി യൂസ് ദ സെക്കൻഡ് വൺ അലോങ് വിത്ത് ദിസ് അക്യുമുലേറ്റർ ആണല്ലോ. സോ ഇവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ. സോ MUL എന്ത് കൊടുത്തു, T. കാര്യം Tയിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഫസ്റ്റ് ഓപ്പറേഷൻ്റെ ഇൻറ്റർമീഡിയറ്റ് റിസൾട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ മൾട്ടിപ്ലൈ ദ അക്യുമുലേറ്റർ കണ്ടൻറ്റ് അലോങ് വിത്ത് T. സോ ആൻഡ് ദ ഫൈനൽ ആൻസർ വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദിസ് അക്യുമുലേറ്റർ. സോ നമുക്ക് എന്ത് കിട്ടും, 360 അല്ലേ, 360 എന്നുള്ള വാല്യൂ എവിടെ ഉണ്ടായിരിക്കും, അക്യുമുലേറ്ററിൽ ഉണ്ടായിരിക്കും. സോ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ പ്രൈമറി മെമ്മറിയാണ്, അത് ഫുൾ നമുക്ക് ഇറേസ് ആയി പോകും. സോ യു വാണ്ട് ടു ബാക്കപ്പ് ഇറ്റ്, യു വാണ്ട് ടു സ്റ്റോർ ഇറ്റ് ഇൻ ടു മെമ്മറി ലൊക്കേഷൻ. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ അക്യുമുലേറ്ററിലെ ആൻസറിനെ നമുക്കൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യാം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആൻസർ ആയിട്ടുള്ള 360 വി ആർ സ്റ്റോറിങ് ഇറ്റ് ഇൻ ടു എ ലൊക്കേഷൻ. സോ ഞാൻ സ്റ്റോർ X എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എങ്ങോട്ടേക്കായി, നമ്മുടെ X എന്നുള്ള നമ്മളുടെ മെമ്മറി ലൊക്കേഷനിലേക്ക്. അതായത് അക്യുമുലേറ്റർ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന കണ്ടൻറ്റ് എന്താണോ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ടു ദ മെമ്മറി അഡ്രസ് X. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒരു 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് സ്കോർ ചെയ്യാം, സേഫായിട്ട് സ്കോർ ചെയ്യാം. വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.